ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൻ്റെ ഈ മണ്ണിൽ കാലുകുത്തുകയും ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും മുഴുവൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുക്കുകയും വളരെ സന്തോഷത്തോടെ ഇവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നമ്മൾ നോക്കാതെ ഹൃദയം കൊണ്ട് പരിശോധിക്കും. ഹൃദയം കൊണ്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളിൽ എത്രമാത്രം ദൈവം ഇടപെടുന്നുണ്ട് അറിയാൻ പറ്റുള്ളൂ. യുക്തിക്കും ബുദ്ധിക്കാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ഞാൻ ആൾക്കാരെ വിളിച്ച് ഇത് വിൽപ്പിക്കാനും പരിശോധിച്ചു. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല. നിങ്ങളോട് ഞാൻ പറയാൻ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ സമയം. അച്ഛന് പറയുന്ന ഒരു ടോക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സർവ്വവും തോറ്റു കഴിയുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടെന്ന് കാണുമ്പോൾ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുക, ഈശോയിൽ അഭയം പ്രാപിക്കുക. ഞാൻ 2 കൈകൾ ഉയർത്തി ക്രൂശിത രൂപത്തിൽ മുമ്പിൽ കൈകൾ പൊക്കി ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു. ഇനി ഞാൻ ആരെയും ഈ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ബ്രോക്കർമാരെ വിളിക്കുന്ന പരിപാടിയില്ല. അമ്മ മാതാവ് ഇത് നടത്തി തരുക, അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പരിഹരിക്കട്ടെ. അമ്മ മാതാവിൻ്റെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രശ്നം എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ടു, അമ്മ മാതാവിനെ ഏൽപ്പിച്ചു. ദൈവകൃപയാൽ ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ആദ്യം ചെയ്തതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ട് ഗവൺമെൻറ് ആശുപത്രി സന്ദർശിക്കുകയും ഞങ്ങൾക്ക് രോഗികളെ കാണുകയും ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും ഈ സമ്പദ് വ്യവസ്ഥയിലുള്ള എന്തെങ്കിലും കൊടുക്കുകയും വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ പള്ളിയിൽ പോകുന്ന പരിപാടിയേ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം 8 നോമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പറ്റുന്ന ദിവസങ്ങളെല്ലാം രാവിലെ പള്ളിയിൽ പോയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വളരെ തീക്ഷ്ണതയോടെ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിവർത്തിക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നിട്ടും ഈ വിൽപ്പന നടക്കുന്നില്ല. ഈ വിൽപ്പന നടന്നെങ്കിൽ എൻ്റെ കടബാധ്യത തീരത്തില്ല. എന്ത് ചെയ്യും? അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു ടോക്ക്, അച്ഛൻ്റെ ടോക്ക് കേട്ടു. അപ്പോൾ ആ ടോക്കിനകത്ത് ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടു. ഒരു വ്യക്തി ഇതുപോലെ ഞങ്ങൾ ചെയ്ത് അതേപോലെ തന്നെ എല്ലാം പാലിക്കുകയും ചെയ്തു. എല്ലാം പാലിച്ചിട്ടും ആ വ്യക്തി പരീക്ഷ എഴുതിയപ്പോൾ ആ പരീക്ഷ പരാജയമായി. ആ കുട്ടിക്ക് ഒത്തിരി വിഷമം വന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനം. അതുപോലെ ഞങ്ങളും ചിന്തിച്ചാൽ എത്രമാത്രം പ്രാർത്ഥിക്കുകയും എത്രമാത്രം ചെയ്തിട്ടും ഒരു മനുഷ്യൻ പോലെ പറയാം. ഈ ബ്രോക്കർമാർ മുഴുവൻ സ്ഥലം വിട്ട് ഒറ്റ ഒരാളില്ല ഇത് വിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിളിച്ച് മടുത്തു, എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ടോക്ക് കേട്ടപ്പോൾ ടോക്കിൽ റീവാലുവേഷൻ എന്നൊരു പദം ആ കൊച്ചു ഉപയോഗിച്ചു. വീണ്ടും ആ കുട്ടി ആ പരീക്ഷ റിവാലുവേഷൻ ചെയ്തു. ആ കുട്ടി ജയിച്ചു. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, ഈ സ്ഥലം നോക്കാൻ വന്ന ആരാണ്? ആ ആളെ നമ്മൾ റിവാലുവേഷൻ റീവൈൻഡ് ചെയ്യും, നിങ്ങൾ ഓർമ്മയിൽ തിരിച്ചെടുത്തിട്ട് ആ മനുഷ്യനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടനെ ആ മനുഷ്യനെ വിളിച്ചു. 1.5 കൊല്ലം മുമ്പ് ആ മനുഷ്യൻ വന്ന് നോക്കിയിട്ട് ഒരു വില പോലും അറിയാതെ നോക്കിയതിനേക്കാൾ സ്പീഡിൽ പോയ വ്യക്തിയാണ്. പിന്നെ ഞാൻ ഇവള് പറഞ്ഞതുകൊണ്ടും വിശ്വാസ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ച ഉടനെ ആ ഫോൺ അയാൾ അറ്റൻഡ് ചെയ്തു. ഒരു ദിവസം വൈകിട്ടാണ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അയാൾ സ്ഥലം വിറ്റില്ല. നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇപ്പോൾ അത്യാവശ്യം? ഞാൻ സത്യം പറഞ്ഞാലല്ലോ ഒരു 1-2 ലക്ഷം കിട്ടിയാൽ ഇത് പിന്നീട് എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കൊരു 10 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. എനിക്ക് ഒത്തിരി പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഒരു 10 ലക്ഷങ്ങൾ കിട്ടുകയാണെങ്കിൽ പിടിച്ചേക്കാമല്ലോ.